ജീവനും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്തുന്നത് മൂലം കർത്താവിന്റെ നാമത്തിന് എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ വിവിധ വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് കർത്താവിന്റെ വലിയ കൃപയുണ്ടായി. നമുക്കിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും ചർച്ച ചെയ്യുവാനുമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ചിങ്ങനെ കൂടിയിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 207-ാമത്തെ സെഷനാണ് ഇന്നത്തേത്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് സെഷനുകളായിട്ട് നമ്മൾ കൽപ്പനകളെ കുറിച്ച് 10 കൽപ്പനകളെ കുറിച്ച്, അതിന്റെ ഇന്നത്തെ ഒരു പ്രസക്തിയെക്കുറിച്ച്, നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അത് അപ്ലിക്കബിൾ ആവുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ 9-ാം കൽപ്പനയായ കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്ന ആ കൽപ്പനയെ, സത്യത്തിന് സാക്ഷ്യം, നിയോഗവും വെല്ലുവിളിയും എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മളോട് കൂടുതലായിട്ട് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പോകുന്നത് ടിജോ ബ്രദറാണ്. ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 10 കൽപ്പനകൾ നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്ന 9-ാമത്തെ കൽപ്പനയാണ്. 10 കൽപ്പനകളെ കുറിച്ച്, ന്യായപ്രമാണത്തെ കുറിച്ച് മുൻപുള്ള ക്ലാസ്സുകളിൽ അതിന്റെ ഒരു മുഖവുര നമ്മൾ പലയാവർത്തി കേട്ട് കഴിഞ്ഞു. ന്യായപ്രമാണത്തെ കുറിച്ച് 10 കൽപ്പനകളും അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ചേർന്ന ന്യായപ്രമാണം, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. അത് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സിവിൽ ലോ ആയിരുന്നു. അവരുടെ സിവിൽ ആൻഡ് ക്രിമിനൽ ലോ അതിനകത്തുണ്ട്. മാത്രമല്ല അവരുടെ മോറൽ കോഡാണ്, പെരുമാറ്റച്ചട്ടങ്ങൾ അതിനാൽ നിയന്ത്രിക്കപ്പെട്ടു. അതുകൂടാതെ അവരുടെ മതജീവിതത്തിന്റെ റിലീജിയസ് ലൈഫിനെ നിയന്ത്രിക്കുന്ന ആത്മീക നിയമങ്ങൾ എന്ന് പറയാം, റിലീജിയസ് ലോസും കൂടെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപക്ഷെ ഇത് നമ്മുടെ സിവിൽ ലോ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മറ്റൊരു ജനാധിപത്യ രാജ്യത്ത് താമസിക്കുന്നവരാണ്. റിലീജിയസ് ആയിട്ടുള്ള പല വശങ്ങളും നമുക്ക് ബാധകമല്ല. എന്നാൽ 10 കൽപ്പനകളും നമുക്ക് പല തലങ്ങളിൽ ബാധകമാണ് എന്ന് നമ്മുടെ ഈ പഠനത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. 9-ാമത്തെ കൽപ്പനയും നമ്മളെ സംബന്ധിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അതിന് പ്രസക്തിയുണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് ഈ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പഠിക്കുന്ന കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. യു ഷാൽ നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ് എഗൈൻസ്റ്റ് യുവർ നെയ്ബർ എന്ന്. ഇപ്പൊ കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള ആ വാക്യത്തിന്റെ അതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, അത് പറഞ്ഞ ആ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇതിന് നിയമപരമായിരിക്കുന്ന ഒരു അർത്ഥമാണുള്ളത്. അതായത് നീതി നടപ്പാക്കുന്ന ഒരു കോടതിയുടെ കൂട്ടിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷി ആദ്യം സത്യം ചെയ്യും. നമുക്കറിയാം, നമ്മുടെ കോടതിയിലും അതേ കാര്യം തന്നെയുണ്ട്. അവർ പറയുന്ന എങ്ങനെയാണ്, പറയുന്ന മൊഴി സത്യമായിരിക്കും, പൂർണ്ണമായിട്ടും സത്യമായിരിക്കും, സത്യമല്ലാതെ മറ്റൊന്നും ഞാൻ പറയുകയില്ല എന്നൊരു ഓർത്ത്, ഒരു പ്രതിജ്ഞ ചെയ്ത ശേഷമാണ് സാക്ഷി പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ചിത്രമാണ് ഈ വാക്യത്തിന് അതിന്റെ കോണ്ടെക്സ്റ്റിലുള്ളത്. അപ്പൊ നിയമപരമായ ഒരു പശ്ചാത്തലം ഈ വാക്യത്തിനുണ്ട്. ഈ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലെ സാക്ഷി വിസ്താരങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ വിസ്താരത്തിൽ സാക്ഷികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫോറൻസിക് സയൻസ് ഒക്കെ വളരുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇപ്പോ സാക്ഷികളെ വിസ്തരിക്കുന്നതോടൊപ്പം പല തെളിവുകൾ, ഫോറൻസിക് ആയിരിക്കുന്ന എവിഡൻസസ് ഒക്കെ പരിശോധിച്ച ശേഷമാണ് നീതിപീഠത്തിൽ ന്യായാധിപൻ വിധി കൽപ്പിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒരു നീതി നടപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സാക്ഷികളാണ്. അതിനെ സംബന്ധിച്ച് പല വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: മരണയോഗ്യനായവനെ കൊല്ലുന്നത് 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ ആയിരിക്കണം. ഏക സാക്ഷിയുടെ വാമൊഴിയാൽ അവനെ കൊല്ലരുത്. അപ്പൊ ഒരാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ അത്രയും ഗൗരവമായിരിക്കുന്ന തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് മരണശിക്ഷ കൊടുക്കും മുമ്പ്
രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഏക സാക്ഷിയുടെ വാമൊഴിയാൽ അവനെ കൊല്ലരുത്, 2-3 സാക്ഷികളുടെ കയ്യാൽ ആയിരിക്കണം അവന് വിധി കൽപ്പിക്കേണ്ടതാണ്. ആ പുസ്തകത്തിൽ തന്നെ 19-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലും ഇത് പറയുന്നുണ്ട്. 19-ന്റെ-15-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത്, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം. ഒന്നിൽ കൂടുതൽ സാക്ഷികൾ, അതായിരുന്നു അന്ന് നീതി നടപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ 2-3 സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരൻ കുറ്റം ചെയ്തു എന്നോ കുറ്റം ചെയ്തില്ലെന്നുള്ള കാര്യം ന്യായാധിപൻ തീരുമാനിച്ച് വിധി കൽപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൽപ്പന നൽകിയ പശ്ചാത്തലത്തിൽ കള്ളസാക്ഷ്യം അല്ലെങ്കിൽ സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് നീതി നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകം പറയാണ്, കള്ളസാക്ഷ്യം കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയരുത്. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിന്റെ കാലത്തൊക്കെ വിസ്താരങ്ങളിൽ സാക്ഷികൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തട്ടിയെടുക്കാനായിട്ട് ഇസബേൽ ചെയ്തത് കള്ളസാക്ഷികളെ വെക്കുകയാണ്. ആ കള്ളസാക്ഷികളുടെ മൊഴിയാലാണ് നാബോത്തിനെ വധിച്ചിട്ട് തന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിയത്. യേശുക്രിസ്തുവിനെ ശിക്ഷിക്കുവാൻ വേണ്ടി യഹൂദന്മാർ കള്ളസാക്ഷികളെ നിർത്തി എന്ന് വായിക്കുന്നുണ്ട്. അവിടെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് മേൽ കുറ്റങ്ങൾ ആരോപിച്ച് തെളിയിച്ച ശേഷം നിയമം മുമ്പാകെ കുറ്റക്കാരനായി സാക്ഷികളുടെ മൊഴിയാൽ തെളിയിച്ച് ശിക്ഷ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കള്ളസാക്ഷികളെ നിർത്തിയത് നമുക്കറിയാം. അതുകൊണ്ട് പഴയ പുതിയ നിയമങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ സാക്ഷി പറയുന്നത്, ഒരു കോടതിയിൽ സാക്ഷി പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ഒരു വ്യക്തിയെ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത് സാക്ഷി മൊഴികളാലാണ്. മാത്രമല്ല, ഈ സാക്ഷി പറയുന്നത് വാസ്തവത്തിൽ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് എന്ന് ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15 തുടങ്ങി ഉള്ള വാക്യങ്ങൾ കാണാം. 15-ാം വാക്യം നമ്മൾ വായിച്ചതാണ്. അതിനുശേഷമുള്ള വാക്യം വായിക്കാം. ഒരുത്തന്റെ നേരെ അകൃത്യം സാക്ഷീകരിപ്പാൻ ഒരു കള്ളസാക്ഷി അവന് വിരോധമായി എഴുന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള 2 പേരും യഹോവയുടെ സന്നിധിയിൽ അന്ന് ഉള്ള മഹാപുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുമ്പാകെ നിൽക്കണം. ന്യായാധിപന്മാർ നല്ലവണ്ണം വിസ്താരം കഴിക്കണം. സാക്ഷി കള്ളസാക്ഷി എന്നും സഹോദരന് നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരന് വരുത്തുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദോഷം നീക്കിക്കളയണം. ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടണം. നിനക്ക് കനിവ് തോന്നരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. അപ്പൊ ഒരാൾ കള്ളസാക്ഷ്യം പറഞ്ഞാൽ എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ കള്ളസാക്ഷ്യം പറഞ്ഞത്, ആ ശിക്ഷ, ആ കള്ളസാക്ഷ്യം പറഞ്ഞ് തെളിയിക്കാൻ ശ്രമിക്കുന്ന കുറ്റകൃത്യത്തിന് പ്രതിക്ക് കിട്ടേണ്ട ശിക്ഷ എന്താണോ ആ ശിക്ഷ കള്ളസാക്ഷിക്ക് നൽകണം എന്നാണ്. എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്തു എന്ന് തെളിയിച്ച് ഒരുപക്ഷെ വധശിക്ഷ നേടിക്കൊടുക്കാനാണ് കള്ളസാക്ഷ്യം പറഞ്ഞതെങ്കിൽ ഈ കള്ളസാക്ഷിക്ക് വധശിക്ഷ നൽകണം. കണ്ണ് പൊട്ടിച്ചു കളയാനുള്ള നിലയിലുള്ളൊരു കുറ്റകൃത്യമാണ് തെളിയിക്കാൻ കള്ളസാക്ഷി ശ്രമിച്ചതെങ്കിൽ ആ കള്ളസാക്ഷിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണ് നഷ്ടപ്പെടുത്തണം എന്നാണ് ആ വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് കള്ളസാക്ഷ്യം പറയുക എന്നുള്ള കാര്യം. അതായത് ന്യായാധിപന്റെ മുമ്പാകെ കേസ് വിസ്താരത്തിൽ സാക്ഷികൾക്ക് അത്രയും പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ വായിച്ച ഈ കൽപ്പന പറയുന്നത്, കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞ വാക്യം. നമുക്കറിയാം, ഏത് നീതിന്യായ വ്യവസ്ഥയിലും കള്ളസാക്ഷ്യം എന്ന് പറയുന്നത് വളരെ കുറ്റകരമായ കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലും കള്ളസാക്ഷി പറയുന്നത് കുറ്റകരം തന്നെയാണ്. അത് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും കള്ളസാക്ഷി പറഞ്ഞ വ്യക്തിക്ക് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കും. കള്ളസാക്ഷ്യം പറയുന്നതിലൂടെ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നിരപരാധിയായ ഒരു കുറ്റാരോപിതനെ അത് വളരെയേറെ മുറിവേൽപ്പിക്കുന്നു, ഒരുപക്ഷെ ശിക്ഷ ലഭിക്കാൻ ഇടയാക്കി തീർക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നു മാത്രമല്ല, അദ്ദേഹം വളരെ ഹൃദയത്തിൽ, മനസ്സിൽ വളരെ മുറിവേറ്റവനായി തീരുന്നു. രണ്ടാമത്തെ കാര്യം, നീതി നടപ്പാക്കുന്നതിനെ തടയുന്നു. നീതി നടപ്പാക്കുന്നതിനെ തെറ്റിച്ചു കളയുന്ന ഒരു കാര്യമാണ് കള്ളസാക്ഷ്യം. അതുകൊണ്ട് വാസ്തവത്തിൽ കള്ളസാക്ഷ്യത്തിലൂടെ ഉണ്ടാകുന്ന വിധി എന്ന് പറഞ്ഞ നീതിപൂർവമായ വിധി അല്ല. അതുകൊണ്ട് നീതി നടപ്പാക്കുന്നതിനെ തടയുന്ന കാര്യമാണ് കള്ളസാക്ഷ്യം. മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയിൽ ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ ഈ കുറ്റകൃത്യം ചെയ്തതിനെ സംബന്ധിച്ച് മറ്റ് ഒരുപക്ഷെ സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും സാധാരണക്കാർക്ക് അറിയാമെങ്കിലും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ കള്ളസാക്ഷിയുടെ മൊഴിയാണ് തീർപ്പിന് ആധാരമെങ്കിൽ തീർച്ചയായിട്ടും
സമൂഹത്തിന് പോലും നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. മാത്രമല്ല, അങ്ങനെ കൂടെ കൂടെ നടക്കുന്ന കള്ളസാക്ഷ്യം പറഞ്ഞ് നീതി വ്യവസ്ഥയെ അട്ടിമറിച്ചാൽ അത് സമൂഹത്തിൽ വലിയ അരാജകത്വവും വലിയ നീതി വ്യവസ്ഥയിലും ഒക്കെയുള്ള വലിയ വിശ്വാസക്കുറവും ഉണ്ടാകുന്ന വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായിട്ടും അത് നയിക്കും. ഇവിടെ നമ്മൾ ചിന്തിച്ചത് ഈ കൽപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിൽ ഇത് നിയമപരമായിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. ഔദ്യോഗിക തലങ്ങളിൽ കോടതിയിലൊക്കെ കള്ളസാക്ഷ്യം പറയുന്ന കാര്യം അതിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു കൽപ്പനയാണ് കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള വാക്യത്തിന്. എന്നാൽ ഈ വാക്യത്തിന്റെ പരിധി എന്ന് പറയുന്നത് കേവലം നിയമപരമായ ഒരു തലത്തിൽ മാത്രമല്ല, അതിനും ശേഷം സാധാരണ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇതിന് പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കൽപ്പനയെ ചില വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: യു ഷാൽ നോട്ട് ലൈ എന്നാണ്. നല്ല പങ്ക് വിവർത്തനങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയുന്നതാണെങ്കിലും ചില വിവർത്തനങ്ങളിൽ അതിന്റെ ഒരു ലൈറ്റ് വേർഷൻ, കുറച്ച് ലളിതമായിരിക്കുന്ന ഒരു വേർഷനാണ് യു ഷാൽ നോട്ട് ലൈ. നീ നുണ പറയരുത് അല്ലെങ്കിൽ കള്ളം പറയരുത് എന്നുള്ള നിലയിൽ അതിനെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിവർത്തനമല്ല, ആ വാക്യത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. ആ വാക്യത്തിൽ അങ്ങനെയും ഒരു ആശയമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വിവർത്തനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നുണ പറയരുത് എന്നുള്ള കാര്യം വാസ്തവത്തിൽ ഈ കൽപ്പനയുടെ മറ്റൊരു വേർഷനായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ വളരെ ബാധകമായിരിക്കുന്ന, ആ അർത്ഥത്തിൽ വളരെ ബാധകമായിരിക്കുന്ന ഒരു കൽപ്പനയാണ് ഈ രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത്. ജൂയിഷ് കമന്ററീസിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: ദ പ്രൊഹിബിഷൻ എംബറാസസ് all forms of slanders, defamation, misrepresentation, whether of an individual, a group, a race or a faith. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നേരെയോ ഒരു സമൂഹത്തിന് നേരെയോ അല്ലെങ്കിൽ ഒരു വർഗത്തിന് നേരെയോ ഒരു വിശ്വാസത്തിന് നേരെയോ ഒക്കെയുള്ള അതിനെതിരെയുള്ള അപവാദം പറച്ചിൽ, അതിനെ അപകീർത്തിപ്പെടുത്തുക, തെറ്റിദ്ധരിപ്പിക്കുക, ഇതിനെ തടയുന്ന ഒരു നിയമം കൂടിയാണ് വാസ്തവത്തിൽ ഇത് എന്നാണ് ഒരു ജൂയിഷ് കമന്ററിയിൽ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ സാധാരണഗതി പറഞ്ഞാൽ നുണ പറയുന്നത് വളരെ ധാരാളം തെറ്റായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉളവാക്കും എന്നുള്ള ഒരു ധ്വനി ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ജൂയിഷ് കമന്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അപവാദം, അപകീർത്തി, തെറ്റിദ്ധരിപ്പിക്കൽ, അർത്ഥസത്യങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ ഈ കൽപ്പന വാസ്തവത്തിൽ എതിർക്കുന്നു അല്ലെങ്കിൽ തടയുന്നു എന്നൊരു വശപ്പാട് നമുക്കുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ കൽപ്പനയുടെ നിയമപരമായ പശ്ചാത്തലത്തിൽ കള്ളസാക്ഷ്യം പറയാൻ ഒരു പ്ലാനും ഇല്ലാത്ത നമുക്ക് ഈ കൽപ്പന ഒരുപക്ഷെ ബാധകമല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ, അതിന്റെ അടുത്ത ഒരു തലത്തിൽ നുണ പറയരുത് എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ കൽപ്പന ബാധകമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൽപ്പനയുടെ ഒരു വിശദീകരണമാണ് കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 33 തുടങ്ങി 37 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ: കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ട് അരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ട് അരുത്, അത് അവന്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ട് അരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്, ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്നും വരുന്നു. ഈ കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള കൽപ്പനയുടെ ഒരു വിശദീകരണമായിട്ട് കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണിത്. ഒരുപക്ഷെ ഈ വാക്യത്തിന് 3-ാമത്തെ കൽപ്പനയോട് ഒരു ബന്ധമുണ്ട്. അവിടെ ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ള കൽപ്പനയും 9-ാം കൽപ്പനയായിരിക്കുന്ന കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള കൽപ്പനയുമായിട്ടും ഈ വാക്യത്തിന് ബന്ധമുണ്ട്. പരീക്ഷന്മാരുടെ ഇടയിൽ സത്യം ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമാണ്. സത്യം ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. കർത്താവ് അക്കാര്യത്തെയാണ് വിമർശിച്ചത്. അവർ സത്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നാമം ചൊല്ലി സത്യം പറയുകയില്ല. കാരണം 3-ാമത്തെ കൽപ്പന ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ള കൽപ്പന ലംഘിക്കാതിരിക്കാൻ
ദൈവത്തിന്റെ നാമത്തിൽ ഒഴികെ സ്വർഗത്തെ ചൊല്ലി പറയും, ഭൂമിയെ ചൊല്ലി പറയും, സ്വന്തം തലയെ ചൊല്ലി പറയും, അങ്ങനെ മറ്റു കാര്യങ്ങളെ ചൊല്ലി സത്യം ചെയ്യുന്ന രീതിയും, സത്യം ചെയ്ത ശേഷം അവര് കള്ളസാക്ഷ്യം പറയുന്ന, നുണ പറയുന്ന രീതിയെയും കർത്താവ് വിമർശിച്ചുകൊണ്ട് പറഞ്ഞ വാക്യമാണ്. അതിന് 37-ാം വാക്യത്തില് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്നും വരുന്നു. കർത്താവ് ഇതാണ് അർത്ഥമാക്കിയത്. നിങ്ങൾ സത്യം ചെയ്യേണ്ട, സത്യം ചെയ്യുന്ന കാര്യം, ആ സത്യം ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി അതിൽ തന്നെ തെറ്റാണ് എന്നല്ല, മറിച്ച് സത്യം ചെയ്തിട്ട് നുണ പറയുന്ന കാര്യത്തെയാണ് കർത്താവ് വിമർശിച്ചത്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ഇനി സത്യം ചെയ്യേണ്ട, പകരം ചെയ്താൽ മതി, ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന് അർത്ഥമാക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ അർത്ഥമാക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. വാക്കുകളുടെ സത്യസന്ധതയെ കുറിച്ചാണ്. എന്നിട്ട് പറയണം, അങ്ങനെ പറയാത്തത്, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്നും വരുന്നു. ദുഷ്ടൻ സമം പിശാചിൽ നിന്ന് വരുന്നതാണ്. നമുക്കറിയാം, പിശാച് ഭോഷ്കു പറയുന്നവനാണ്, അവന്റെ അപ്പനുമാണെന്നാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ സത്യം സംസാരിക്കണം എന്നാണ് കർത്താവ് എന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞത്. വാസ്തവത്തിൽ കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള ആ നിരോധന കൽപ്പനയുടെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് സത്യം സംസാരിക്കണം എന്നുള്ളതാണ്. സത്യമേ സംസാരിക്കാവൂ, സത്യം സംസാരിക്കണം എന്നുള്ളതാണ്. ഇത് വാസ്തവത്തിൽ ഈ കൽപ്പനയുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, ഈ കൽപ്പനയിൽ വ്യക്തിപരമായ സത്യസന്ധത എന്നുള്ളതിനേക്കാൾ നാം മറ്റുള്ളവരെ പറ്റിയുള്ള സംസാരത്തിൽ ഉണ്ടായിരിക്കേണ്ട സത്യസന്ധതയെ കുറിച്ചാണ് 9-ാമത്തെ പ്രമാണത്തിൽ മുഖ്യമായിട്ടും പറയുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണം. എന്നാൽ അതിനേക്കാൾ ഈ കൽപ്പനയിൽ ഊന്നൽ നൽകുന്നത് മറ്റുള്ളവരുടെ ബന്ധത്തിൽ പറയുന്ന സംസാരത്തിൽ പുലർത്തേണ്ട സത്യസന്ധതയെ കുറിച്ചാണ്. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയുന്നത്, കൂട്ടുകാരനുമായിട്ടോ അല്ലെങ്കിൽ സമൂഹവുമായിട്ടോ മറ്റ് അയൽവാസികളുമായിട്ടോ മറ്റ് വ്യക്തികളോട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളിൽ സത്യസന്ധത പുലർത്തണം എന്നുള്ളതാണ് ഈ കൽപ്പനയിൽ ഒരു എംഫസിസ്, ഒരു ഊന്നൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൽപ്പന പ്രകാരം കള്ളസാക്ഷ്യം പറയരുത്, നുണ പറയരുത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പല നിലകളിൽ നുണയ്ക്ക് പല മുഖങ്ങളുണ്ട്. അപവാദങ്ങൾ പറയുന്നതാകാം, സ്ലാൻഡേഴ്സ് എന്ന് പറയും, ഏഷണി പറയുക എന്ന് പറയും, അപവാദങ്ങൾ പറയുക. അതിൽ യാഥാർത്ഥ്യങ്ങളുടെ തരികൾ കണ്ടേക്കാം, പക്ഷെ അത് തെറ്റായ ഉദ്ദേശത്തോടു കൂടെ ഒരുപക്ഷെ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് പറയുന്നതാണ് ഏഷണി പറയുന്നത്. മറ്റൊന്ന് അപകീർത്തിപ്പെടുത്തുക. ചില സത്യങ്ങളാണെങ്കിൽ പോലും അത് പ്രചരിപ്പിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം. എന്ന് പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്തുന്നത് അവരുടെ സൽപ്പേരിന് കോട്ടം വരുത്തരുന്ന ആശയത്തിലാണ്. ഡിഫേമേഷൻ അല്ലെങ്കിൽ അവരുടെ ഫെയിമിന്, അവരുടെ പ്രസിദ്ധിക്ക് അല്ലെങ്കിൽ സൽപ്പേരിന് കോട്ടം വരുത്തലും. മാത്രമല്ല ഫോൾസ് അക്യൂസിഷൻ, തെളിവുകളില്ലാത്ത കുറ്റങ്ങളുടെ ആരോപണം നടത്തുന്നു ഈ നുണ പറയുന്നതിന്റെ പരിധിയിൽ വരും. എന്നാൽ തെളിവുകളൊന്നുമില്ല, വെറുതെ ഒരു ഊഹാപോഹത്തില് ചില കുറ്റങ്ങൾ ആരോപിക്കുക. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മിക്കവാറും വരാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങൾ ഒരുപക്ഷെ ആരോടെങ്കിലും നമുക്ക് അല്പം ഇഷ്ടക്കേട് തോന്നിയാൽ അവരെ കുറിച്ച് ഒരുപക്ഷെ അപവാദങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചില സത്യങ്ങൾ നമ്മൾ പറയുന്നതിന്റെ പുറകിൽ അവരുടെ പേരിന്റെ കളങ്കം വരുത്തണം എന്ന ഉദ്ദേശത്തോടെ നാം ആ സത്യങ്ങൾ പറയുമ്പോൾ അതും വാസ്തുവിൽ അപകീർത്തിപ്പെടുത്തലാണ്. മാത്രമല്ല തെളിവുകളില്ലാത്ത മറ്റു വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റു മനുഷ്യരെ കുറിച്ച് കുറ്റാരോപണങ്ങൾ നടത്തുന്ന വാസ്തവത്തിൽ ഈ 9-ാം കൽപ്പന ലംഘനം തന്നെയാണ്. സങ്കീർത്തനം 15-ന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ കാര്യത്തെ കുറിച്ച് പറയുന്ന പരാമർശമാണ്. നമുക്ക് വായിക്കാം. സങ്കീർത്തനം 15-ന്റെ 3-ാമത്തെ വാക്യം: നാവുകൊണ്ട് കുരുട പറയാതെയും തന്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നാവുകൊണ്ട് കുരുട പറയാതെ, സ്ലാൻഡറാണ്. വീണ്ടും പറയുന്നത് കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ എന്നാണ്, റിപ്രോച്ചാണ്. നമുക്ക് ഈ 15-ാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യത, ആക്സസ് ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരമായിട്ടാണ് ഈ സങ്കീർത്തനത്തിൽ പല കാര്യങ്ങളും പറയുന്നത്. കൂടുതൽ പറയുന്നൊരു കാര്യമാണ് സംസാരത്തിൽ സ്ലാൻഡറിങ്, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക, ഏഷണി പറയുക, മാത്രമല്ല അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവമുമ്പാകെ വളരെ തെറ്റായിരിക്കുന്ന, ദൈവമുമ്പാകെ ഒരു വ്യക്തിയുടെ സ്വീകാര്യത അല്ലെങ്കിൽ യോഗ്യത നഷ്ടപ്പെടുത്തിക്കളെന്ന കാര്യമായിട്ടാണ്
15-ാം സങ്കീർത്തനത്തില് പറയുന്നത്. ഇതോട് ചേർന്ന് പറയാവുന്ന ഒരു കാര്യമാണ് മുഖസ്തുതി പറയുക. മുഖസ്തുതി അഭിനന്ദനമല്ല, മറിച്ച് മുഖസ്തുതി പറയുന്നത്. സദൃശ്യവാക്യം 26-ന്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സദൃശ്യവാക്യം 26-ന്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഭോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായ നാശം വരുന്നു. നുണയും മുഖസ്തുതിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായ നാശം വരുത്തുന്നു. കടമ്പില്ലാത്ത ഒരു അഭിനന്ദനം പറയുന്നതിനെ സംബന്ധിച്ചല്ല, ഇല്ലാത്ത കാര്യങ്ങൾ. 29-ന്റെ 5-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. സദൃശവാക്യങ്ങൾ 29-ന്റെ 5-ാമത്തെ വാക്യം: കൂട്ടുകാരുടെ മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വല വിരിച്ചിരിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ മുഖസ്തുതി പറയുന്ന, അല്ലെങ്കിൽ മുഖസ്തുതി പറയുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്, സതുദ്ദേശമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് മുഖസ്തുതി പറയുന്ന വാസ്തവത്തിൽ ഈ നുണ പറയരുത് എന്നുള്ള ആ പ്രസ്താവനയുടെ കീഴിൽ വരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അർത്ഥസത്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അർത്ഥസത്യങ്ങൾ സത്യത്തിന്റെ അംശങ്ങളാണ്, പക്ഷെ അത് നുണയേക്കാൾ അപകടകരമാണ് എന്നുള്ള കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കുക. ഏദൻ തോട്ടത്തിൽ പിശാച് പറഞ്ഞത് വാസ്തവത്തിൽ പൂർണ്ണമായിട്ടും നുണയായിരുന്നില്ല, മറിച്ച് അർത്ഥസത്യങ്ങളാണ്. അവൻ പറഞ്ഞല്ലോ, കനി ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞത് ഒരു ഭാഗിക സത്യമാണ്. മാത്രമല്ല നിങ്ങളുടെ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞത് അത് സത്യമായിരുന്നു. പക്ഷെ അവര് പ്രതീക്ഷിച്ച കാഴ്ചയല്ല കണ്ടത് എന്നുള്ളത്. മാത്രമല്ല ദൈവത്തെ പോലായി തീരും എന്ന് പറഞ്ഞ ഒരു ഭാഗിക സത്യമാണ്. പക്ഷെ അവർ വാസ്തവത്തിൽ ദൈവമായി തീർന്നില്ല, മറിച്ച് അവർ മനസ്സിലാക്കി തെറ്റിദ്ധരിക്കപ്പെട്ട് വാസ്തവത്തിൽ പിശാചിന്റെ പ്രലോഭനത്തിൽ വീണുപോയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർത്ഥസത്യങ്ങൾ എന്ന് പറഞ്ഞു വളരെ തെറ്റിദ്ധാരണാജനകമാണ്. അതുകൊണ്ട് സത്യമേ പറയാവുള്ളൂ, സത്യം മുഴുവൻ പറയണം. കോടതിയിലെ പ്രതിജ്ഞയിൽ അങ്ങനെയാണ്, സത്യമേ പറയുകയുള്ളൂ, സത്യം മുഴുവൻ പറയും, സത്യമല്ലാതെ മറ്റൊന്നും പറയുകയില്ല എന്ന് പറഞ്ഞാണ് വാസ്തവത്തിൽ സത്യം പറയുന്നതിന്റെ ഒരു ശരിയായിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അർത്ഥസത്യങ്ങൾ പറയുന്നതും വാസ്തവത്തിൽ വളരെ അപകടകരമായിരിക്കുന്ന കാര്യമാണ്. പല സമയത്തും അർത്ഥസത്യങ്ങൾ പറഞ്ഞ് സത്യം പറഞ്ഞു എന്നുള്ള ഒരു നിലയിൽ നമ്മൾ പല സമയത്തും നമ്മളെ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, സത്യം മുഴുവൻ പറയാതെ അർത്ഥസത്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം. വാസ്തവത്തിൽ അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്ന വാസ്തവത്തിൽ നുണ പറഞ്ഞ് മറ്റൊരാളെ നമ്മൾ വഞ്ചിക്കുന്നത് പോലെയോ പറ്റിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് വാസ്തവത്തിൽ അർത്ഥസത്യങ്ങളും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രസക്തമായിരിക്കുന്ന ഒരു വശം ഈ 9-ാം കൽപ്പനയ്ക്ക് ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല നുണ പറയരുത് അതിന്റെ മറുവശം എന്ന് പറയുന്നത് സത്യം പറയണം എന്നുള്ളതാണ്. ഈ കൽപ്പനയിൽ നമുക്കറിയാം 5 തുടങ്ങി കൊല്ലരുത് എന്ന് തുടങ്ങിയുള്ള കൽപ്പന അരുത് 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 എന്ന് പറയുന്ന കൽപ്പനയാണ്. എനിക്ക് ഇങ്ങനെ പറയാം, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാണ് ഈ കൽപ്പനകളോട്, അല്ലെങ്കിൽ ഈ കൽപ്പനകളെല്ലാം സംഗ്രഹിച്ച് പറയുന്ന ഒറ്റ കൽപ്പനയാണ് കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരന് ദോഷം വരുത്താതിരിക്കുന്നത് സ്നേഹത്തിന്റെ അതിന്റെ മിനിമം ലെവലാണ്. അവൻ്റെത് മോഷ്ടിക്കാതിരിക്കുന്നതും അവനെതിരെ കള്ളസാക്ഷ്യം പറയാതിരിക്കുന്നതും ഒക്കെ വാസ്തവത്തിൽ അവനോട് ചെയ്യേണ്ട കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞ ആ സുവർണ നിയമത്തിന്റെ ഒരു പതിപ്പ് വേണമെങ്കിൽ പറയാം. മറ്റുള്ള മനുഷ്യൻ നമ്മളോട് ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അവരോട് ചെയ്യാതിരിക്കുക, അതാണ് അതിന്റെ മിനിമം എന്ന് പറഞ്ഞത്. നമുക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, പരീശന്മാരുടെ നീതിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണം എന്ന് കർത്താവ് പുതിയ നിയമകാലത്ത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പറയാം, നുണ പറയരുത് അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ളതിന്റെ നിഷേധാത്മക വശമായിരിക്കുമ്പോൾ അതിന്റെ ഒരു ക്രിയാത്മക വശമുണ്ട്. എന്താണ്? സത്യം പറയണം, സത്യം സംസാരിക്കണം എന്നുള്ളതിന്റെ ക്രിയാത്മക വശമാണ് എന്നുള്ളതാണ്. ഇപ്പൊ സത്യം പറയേണ്ട നമ്മള് സത്യം പറയാതിരിക്കുന്നു, വാസ്തവത്തില് അത് നമുക്ക് എതിരെ ഈ കൽപ്പന തീർച്ചയായിട്ടും നമ്മളെ കുറ്റക്കാരാക്കി തീർക്കും എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. അപ്പൊ ഈ കൽപ്പനയുടെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് സത്യം പറയണം. നമ്മുടെ വിഷയത്തിന്റെ ടൈറ്റിലായിട്ട് സ്വരന്മാരം നൽകിയിരിക്കുന്നതാണ് സത്യത്തിന്റെ സാക്ഷിയാവുക, അല്ലെങ്കിൽ സത്യത്തിന്റെ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ സത്യം അറിയാവുന്ന സത്യങ്ങൾ പറയുക എന്ന് പറയുന്ന വാസ്തവത്തിൽ ഈ കൽപ്പനയുടെ മറ്റൊരു പ്രയോഗമാണ്, അതിനൊരു ആപ്ലിക്കേഷൻ ആണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 5-33 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ തുടങ്ങിയത്, കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അവിടെ ഇടയ്ക്ക് വരുന്ന വാക്യമുണ്ട്, സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണം. സത്യം അത് പ്രായോഗികമാക്കണം, അല്ലെങ്കിൽ സത്യമേ പറയാവൂ. സത്യം പറഞ്ഞത് എന്ത് ചെയ്യണം? അത് നിവർത്തിക്കണം. അതാണ് പറയുന്ന കാര്യം.
അപ്പൊ സത്യം എന്ന് പറഞ്ഞ് പറയാൻ മാത്രമുള്ള സത്യം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ കൂടി ഉള്ളതാണ്. അതിന് ഒരു പ്രായോഗികമായ ഒരു വശം കൂടി ഉണ്ട് എന്ന് ആ വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സത്യം പറയണം. സത്യം പറയാതിരിക്കുന്ന വാസ്തവത്തില് കുറ്റകരമാണ്. കുറ്റകൃത്യങ്ങൾ ഇപ്പൊ നമുക്കൊരു സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് വളരെ വ്യക്തമായിരിക്കുന്ന അറിവുള്ള നമ്മള് അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമുക്കറിയാവുന്ന സത്യങ്ങൾ അവരോട് പറയാതിരിക്കുന്ന വാസ്തവത്തിൽ അത് കുറ്റകരം തന്നെയാണ്. ഒരുപക്ഷെ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ചിലപ്പോൾ നമ്മളെ പോലും അതിന്റെ പേരിൽ ഒരുപക്ഷെ കുറ്റക്കാരാക്കി തീർത്തേക്കാം. അതുകൊണ്ട് അറിയാവുന്ന സത്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയുന്നത് ഈ കൽപ്പനയുടെ മറ്റൊരു ഒരു ആപ്ലിക്കേഷനാണ്. സകലരും നാശത്തിലേക്ക് പോകുന്നു എന്നറിയാവുന്ന നമ്മള് രക്ഷയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കി അതിനെ സ്വീകരിച്ച അതിന് ഗുണം അനുഭവിക്കുന്ന നമ്മള് വാസ്തവത്തിൽ രക്ഷയെക്കുറിച്ച് സത്യം പറയാതിരിക്കുന്നു. ഈ കൽപ്പന വെച്ച് നമ്മൾ കുറ്റക്കാരാക്കിത്ത കാര്യം മാത്രമല്ല, അത് അങ്ങനെ തന്നെ പറയുന്ന വാക്യമാണ്. ഹെസ്കേലിന്റെ പ്രവചനം 3:8 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ദുഷ്ടനോട് തന്റെ ദുഷ്ടത വിട്ട് തിരിയണം എന്ന് നീ പറയാതിരുന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ മരിക്കും, പക്ഷേ ഞാൻ അവന്റെ രക്തം നിന്നോട് ചോദിക്കും എന്ന് പറഞ്ഞ കർത്താന്റെ വാക്കുകളിൽ സത്യം മനസ്സിലാക്കിയ, സത്യം അറിയാവുന്ന നാം സത്യം പറയാതിരിക്കുന്നത്, സുവിശേഷം പറയാതിരിക്കുന്നത് പോലും വാസ്തവത്തിൽ തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ കൽപ്പനയുടെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ സുവിശേഷം മാത്രമല്ല, ദൈവത്തെ കുറിച്ചുള്ള സത്യങ്ങൾ അനവധി മനസ്സിലാക്കിയവരാണ് നമ്മൾ. ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തെ അറിയുന്നവർ എന്നൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നു. ദൈവത്തെ സംബന്ധിച്ച് എത്രമാത്രം വിലപ്പെട്ട വ്യക്തമായിരുന്ന സത്യങ്ങൾ മനസ്സിലാക്കി നമ്മള് വികലമായിരിക്കുന്ന വിശ്വാസങ്ങളും തെറ്റായിരിക്കുന്ന ദൈവസങ്കല്പങ്ങളുടെയും പിന്നാലെ പോകുന്ന മനുഷ്യരോട് അത് പറയാൻ കൂട്ടാക്കാതിരിക്കുന്ന വാസ്തവത്തിൽ അതും തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ്. സത്യം അറിയാവുന്ന നാം സത്യം അറിയില്ലാത്ത മനുഷ്യരോട്, ദൈവത്തെ സംബന്ധിച്ച സത്യങ്ങൾ അറിയില്ലാത്ത മനുഷ്യരോട് ദൈവത്തെ സംബന്ധിച്ച സത്യങ്ങൾ പങ്കുവെക്കേണ്ടത് വാസ്തവത്തിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പറയാതിരിക്കുന്നത് വാസ്തവത്തിൽ ഒരു തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ കൽപ്പനയുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മളെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ എന്റെ സാക്ഷികളാകുന്ന, കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ സത്യമാകുന്ന, കർത്താവ് തന്നെ കുറിച്ച് സത്യം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തത്, എന്നും നിലനിൽക്കുന്ന എന്താണ്, ഒരിക്കലും മാറ്റം കൂടാതെ എന്നും നിലനിൽക്കുന്നതായിരിക്കുന്ന സനാതന സത്യം എന്ന് പറയുന്ന കർത്താവാണ്. നമുക്കൊരു സനാതനം എന്നുള്ള വാക്കൊക്കെ ഇപ്പൊ ഒരുപാട് ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സനാതന സത്യം ഒരിക്കലും മാറ്റമില്ലാതെ എന്നും റിയൽ ആയിരിക്കുന്ന, എന്നും യാഥാർത്ഥ്യമായിരിക്കുന്ന, എന്നും സത്യമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ യേശുക്രിസ്തുവിനെ കുറിച്ച് ശരിയാവണ്ണം മനസ്സിലാക്കാത്ത മനുഷ്യരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന വിമുഖത കാണിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ കൽപ്പന പ്രകാരം ഇതിന്റെ പോസിറ്റീവ് സൈഡിൽ സത്യത്തിന് സാക്ഷികൾ ആവുക എന്നുള്ള നിലയിൽ നാം വാസ്തവത്തിൽ കുറ്റക്കാരായി തീരും എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പം സത്യമേ പറയാവൂ എന്നുള്ളത് കൊണ്ട് എല്ലാ സത്യവും എല്ലായിടത്തും എല്ലാവരോടും പറയണമെന്നില്ല. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്, ചില സത്യങ്ങൾ പറഞ്ഞാൽ സമൂഹത്തിൽ പ്രശ്നമാകും, കുടുംബത്തിൽ പ്രശ്നമാകും, പറയണോ? അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം, പറയുന്നുണ്ടെങ്കിൽ സത്യമേ പറയാവൂ, സത്യം മാത്രമേ പറയാവുള്ളൂ. എല്ലാ സത്യങ്ങളും എല്ലാവരോടും എല്ലായ്പ്പോഴും പറയണം നിയമമൊന്നുമില്ല. ചിലപ്പോ ചില മനുഷ്യർ ഇങ്ങനെ ഒരുപക്ഷെ ഈ അപവാദം പറയുന്ന അല്ലെങ്കിൽ ഏഷണി പറയുന്ന മനുഷ്യരൊക്കെ സത്യം അറിയാവുന്ന മനുഷ്യരുടെ അടുക്കൽ വന്ന് ചില സത്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചില നിഷ്കളങ്കരായ മനുഷ്യർ ഒടുവിൽ ഇവരുടെ വളരെ ബുദ്ധിപൂർവമായ ചോദ്യത്തിന് മുന്നിൽ അവര് ഉള്ള സത്യം പറയും. അത് ചൂണ്ടിയെടുത്ത് ആരെക്കുറിച്ചുള്ള സത്യമാണോ ആ സത്യങ്ങളൊക്കെ പരത്തി വാസ്തവത്തിൽ വലിയ കോലാഹലങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരോട് നുണ പറയണമെന്നല്ല, പല സമയത്തും അതിനെക്കുറിച്ച് വൈറ്റ് ലൈസ് എന്ന് പറയാറുണ്ട്. വൈറ്റ് ലൈസ് എന്തിനാ പറയുന്നത്? നിരുപദ്രവകരമായും നുണയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതിയാണ് പൊതുവിലുള്ളത്. നിരുപദ്രവകരമായിരിക്കുന്ന നുണയല്ല പറയേണ്ടത്. പറയുന്നെങ്കിൽ സത്യമേ പറയാവുള്ളൂ. ചില സത്യങ്ങൾ ഞാൻ നിന്നോട് പറയുകയില്ല എന്ന് പറയാനുള്ള ധൈര്യവും തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും എല്ലായിടത്തും വിളിച്ചു പറയണമെന്നല്ല, പറയേണ്ട സത്യങ്ങൾ പറയേണ്ടിടത്ത് പറയണം. പറയരുതാത്ത ഇടങ്ങളിൽ സത്യം പറയാതിരിക്കാനുള്ള, മീൻസ് നുണ പറയാനല്ല, മറിച്ച് ആ സത്യം ഞാൻ പറയുകയില്ല എന്ന് പറയാനുള്ള ധൈര്യവും തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നിരുപദ്രവകരമായിരിക്കുന്ന നുണകളല്ല പറയേണ്ടത്. പറയുന്നെങ്കിൽ സത്യം മാത്രമേ പറയാവൂ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. മാത്രമല്ല, ചിലപ്പോൾ ചില സത്യങ്ങൾ പറയുന്നതിന്റെ പിറകിൽ ഉദ്ദേശം നല്ലതാവണമെന്നില്ല. സത്യമായിരിക്കും, പക്ഷെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എഫേസ്യ ലേഖനം
4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നതാണ്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. സത്യം പറയുമ്പോഴും സത്യം പറയണം, സത്യമേ പറയാവൂ. സത്യം പറയുമ്പോഴും ആ സത്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സത്യം പറയുന്നതിനുള്ള പ്രയോജനമല്ല, മറിച്ച് ഒരുപക്ഷെ സത്യം പറയുന്നത് മറ്റു മനുഷ്യർക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അപകീർത്തിയോ അപമാനമോ വരുത്താൻ ഇടയാക്കുന്നുണ്ടെങ്കിൽ ആ സത്യം പറയാതിരിക്കുക. നാം പറയുന്ന സത്യങ്ങൾ ഒരു മനുഷ്യനെ ഇടിച്ചു താഴ്ത്തുമെങ്കിൽ ആ സത്യങ്ങൾ ആ നിലയിൽ പറയാതിരിക്കുക. അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനെ എന്താണ് മറ്റു മനുഷ്യരോട് സംസാരിക്കുന്നത് പറയുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി ആകാത്ത വാക്കല്ലാതെ യാതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ പറയുന്നത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്ന നിലയിൽ നാം പറയുന്ന വാക്കുകൾ തീർന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ദോഷം ചെയ്യാനുള്ള സാധ്യത. സത്യമാണെങ്കിൽ പോലും സത്യം പറയുന്ന സ്നേഹത്തിൽ സംസാരിച്ചില്ലെങ്കിൽ കേൾവിക്കാരൻ ഒരുപക്ഷെ ആ സത്യം കൊണ്ട് ഒരുപക്ഷെ പ്രയോജനത്തെക്കാൾ ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. എഫേസ്യർ 4-ന്റെ 25-ാമത്തെ വാക്യത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കും. എഫേസ്യ ലേഖനം സത്യമേ പറയാവുള്ളൂ, സത്യം പറയണം, സത്യം പറയാതിരിക്കുന്ന അപകടമാണ്, എന്നാൽ സത്യം സ്നേഹത്തിൽ സംസാരിക്കുകയും വേണം. 4-ന്റെ 25-ാം വാക്യം ഇങ്ങനെയാണ്, എഫേസ്യർ 4-ന്റെ 25. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഒരു സഭയുടെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം പറയുന്നത്. അവിടെ ഇങ്ങനെയാണ്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. കൂട്ടുകാരനോട് നമ്മൾ സ്നേഹിക്കുന്നവരോട് സത്യം സംസാരിപ്പിൻ. അങ്ങനെ സംസാരിക്കണം. സത്യം സ്നേഹത്തിൽ സംസാരിക്കണം. സത്യം പറയാതിരുന്നാലോ? അവിടെ പറയാണ്, നാം തമ്മിൽ അവയവങ്ങളല്ലോ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം സഹായിക്കുന്നത് പോലെ ഒരു സഭയാകുന്ന സമൂഹത്തിൽ അന്യോന്യം ഭോഷ്ക് പറയുന്നത് മാത്രമല്ല, കൂട്ടുകാരോട് സത്യം സംസാരിക്കണം. കാരണം നാം തമ്മിൽ അവയവങ്ങളാണ്. കണ്ണ് മുന്നിലുള്ളൊരു തടസ്സത്തെ സംബന്ധിച്ച് കണ്ടിട്ടും ശരീരത്തോട് നുണ പറഞ്ഞാൽ ആ തടസ്സത്തിൽ തട്ടി വീഴുമ്പോൾ അത് ശരീരത്തിന് മുഴുവൻ ഹാനി വരുത്തുന്നത് പോലെ ഒരവയവം സത്യം പറയേണ്ട ഇടത്ത് സത്യം പറയാതിരുന്നാൽ അത് ശരീരത്തെ മുഴുവനും ബാധിക്കും എന്ന് പറയുന്ന പോലെ സത്യങ്ങൾ പറയേണ്ടിടത്ത് പറയാതിരുന്നാൽ അത് സഭയെ ബാധിക്കും, അത് കുടുംബത്തെ ബാധിക്കും, അത് സമൂഹത്തെ ബാധിക്കും. അതുകൊണ്ട് സത്യങ്ങൾ പറയണം. അത് പറയുന്നത് സ്നേഹത്തിൽ സംസാരിക്കണം, സതുദ്ദേശം സംസാരിക്കണം എന്നേ ഉള്ളൂ. പ്രിയമുള്ളവർ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രായോഗികമാക്കുവാൻ, ജീവിക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ പറയുന്നത് പോസ്റ്റ് മോഡേൺ ഇറ എന്നാണ്. എന്ന് പറഞ്ഞാൽ ധാർമ്മികതയുടെ ഒക്കെ മാനദണ്ഡങ്ങളൊക്കെ മാറ്റിമറിച്ച, ഒന്നും ആത്യന്തികമല്ല, സനാതനമായ സത്യങ്ങളൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലത്ത് സത്യം മാത്രം സംസാരിക്കുവാൻ, സത്യം പറയുവാൻ വാസ്തവത്തിൽ ഒരു വലിയ വില കൊടുക്കേണ്ട ഒരു കാലത്താണ് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് വാസ്തവത്തിൽ നുണ അത് വെറുതെ ഒരു നുണ പറയുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ പോളിസി മേക്കിങ്ങിന്റെ ഭാഗം കൂടിയാണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് പോളിസി എന്ന് പറയും അല്ലെ. നമുക്ക് ഇന്നത്തെ പ്രൊപ്പഗാൻഡകൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പല നുണകളും പറഞ്ഞ് എന്ത് ചെയ്യാണ്, നുണകൾ പല പ്രാവശ്യം പറഞ്ഞ് അത് സത്യം എന്നോണം മനുഷ്യരെ ധരിപ്പിച്ച് വോട്ട് വാങ്ങുന്ന രീതികൾ. മാത്രമല്ല, സർക്കാരുകൾ പോലും പല നുണകളും പറയുകയും സത്യം പുറത്തു വരാതിരിക്കാൻ ആവശ്യമായിരിക്കും നടപടി സ്വീകരിച്ച് ഇങ്ങനെ സത്യത്തെ തമസ്കരിക്കുകയും നുണകൾ സത്യങ്ങൾ എന്ന പോലെ പ്രചരിപ്പിക്കുകയും ചെയ്തൊരു കാലത്താണ്. നമുക്കറിയാം, ഗീബൽസ് ജർമ്മനിക്ക് വേണ്ടി ചെയ്ത കാര്യം തന്നെയാണ്. നുണകൾ ആവർത്തിച്ച് പറഞ്ഞ സത്യം എന്നോണം ആളെ തെറ്റിദ്ധരിപ്പിച്ച വ്യക്തിയാണ് ഗീബൽസ്. അതേ തന്ത്രം തന്നെയാണ് ഇന്ന് വാസ്തവത്തിൽ പോളിസികൾ പോലും മേക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭോഷ്ക് അല്ലെങ്കിൽ നുണ അതിൽ തന്നെ തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ സത്യം മാത്രമേ സംസാരിക്കൂ, സത്യം മാത്രമേ പറയൂ എന്നുള്ള കാര്യം നിവൃത്തിയാക്കണം. തീർച്ചയായിട്ടും ഒരു വില ഈ കാലത്ത് നാം കൊടുത്തേ വരികയുള്ളൂ. എന്നാൽ എന്താണ്, ഒരു വില കൊടുത്ത് നമുക്കറിയാം, ഒരുപക്ഷെ എതിർപ്പുകൾ നേരിട്ടേക്കാം, ഭീഷണികൾ നേരിട്ടേക്കാം, നമ്മളെ റിജക്ട് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ പല നിലകളിൽ ഒരുപക്ഷെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യർ സഹിക്കേണ്ടതായി വന്നേക്കാം, വില കൊടുക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ ദൈവത്തിന് നമ്മൾ പറയുന്നത് കൂട്ടുകാരന് നേരെ കള്ളസാക്ഷി പറയരുത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സത്യത്തിന് സാക്ഷികളായിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സത്യത്തിന്റെ സാക്ഷികളാവുക എന്നുള്ളതിന്റെ നെഗറ്റീവ് വശം, കള്ളസാക്ഷികൾ പറയാതിരിക്കണം. ശരിയായ സത്യങ്ങൾ പറയേണ്ട ഇടങ്ങളിൽ പറയേണ്ടവരോട് പറയണം. അല്ലെങ്കിൽ ആ പറയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കെടുതികൾക്കും നാശങ്ങൾക്കും അല്ലെങ്കിൽ നഷ്ടങ്ങൾക്കും വാസ്തവത്തിൽ നമ്മൾ ഉത്തരവാദികളാണ് എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് സത്യത്തിന്റെ സാക്ഷികളാകാം.
തീർച്ചയായിട്ടും അത് നമ്മളെ ഏൽപ്പിച്ച നിയോഗമാണ്. സത്യത്തിന് സാക്ഷി വഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വെല്ലുവിളികളുണ്ട്, വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. എങ്കിലും സത്യത്തിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിന്റെ സത്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 9-ാം കൽപ്പന വാസ്തവത്തില് കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള ആ ഒരു കൽപ്പന അതിന്റെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അത് എത്രത്തോളം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ആ കൽപ്പനയുടെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം ചിന്തിച്ച ഒരു കാര്യം, അതൊരു കോടതി ഭാഷ അല്ലെങ്കിൽ ഒരു ശിക്ഷ ഒരാൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നതിനോടുള്ള ഒരു ബന്ധത്തിലുള്ള ഒരു സാക്ഷി പറയുന്നതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കള്ളസാക്ഷ്യം എന്നുള്ളത് നീതിയെ തടുത്തു കളയുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ആദ്യം ചിന്തിച്ചു. നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ അതിനേക്കാൾ നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കും, നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ബന്ധങ്ങളിൽ, മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളില്, സംസാരത്തില്, നമ്മളുടെ പ്രവൃത്തികളിലൊക്കെ ഈ കള്ളസാക്ഷ്യം അല്ലെങ്കിൽ കള്ളസാക്ഷി പറയുന്നത്, സത്യം പറയാതിരിക്കുന്നത്, അതൊക്കെ എത്രത്തോളം തെറ്റാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അർദ്ധസത്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അർദ്ധസത്യം എന്ന് പറയുന്നത് അപകടമാണ്, അത് വലിയ തെറ്റാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അറിയാവുന്ന സത്യം പറയാതിരിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നൊരു കാര്യമായിരിക്കും അറിയാവുന്ന സത്യങ്ങൾ പറയാതിരിക്കേണ്ട ഒരവസ്ഥ. പ്രത്യേകിച്ച് സുവിശേഷത്തെ കുറിച്ച് നമ്മൾ അത് ചിന്തിച്ചൊരു കാര്യമാണ്. അപ്പൊ അതും വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സത്യം പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന കർത്താവിന്റെ ആ കൽപ്പനയെ നമുക്ക് ഓർക്കാം. നമ്മൾ സത്യം പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എപ്പോഴും നന്മയും അവരുടെ ആത്മീയ വർദ്ധനയും മാത്രം ലക്ഷ്യം ആവണം എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു. അങ്ങനെ സത്യത്തിൽ എങ്ങനെ സാക്ഷികളാകാം, സത്യത്തിന്റെ സാക്ഷികളാകുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ടീച്ചർ ബ്രദറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്.